ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 മെയ് മാസഫലം കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ്. അതായത് പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽപ്പെടുന്നവർ, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് മെയ് മാസം എങ്ങനെയായിരിക്കും. അപ്പം ആദ്യം നമുക്ക് ഈ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കർക്കിടകക്കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാർക്കും മെയ് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ സൂര്യൻ മെയ് 15-ന് 10-ൽ നിന്നും 11-ലേക്ക് രാശി മാറുന്നു. ചൊവ്വയാണെങ്കിൽ ജന്മരാശിയിൽ നീചസ്ഥിതി തുടരുകയാണ്. ബുധനാണെങ്കിൽ 7-ന് 10-ലേക്കും 23-ന് ആ ബുധൻ 11-ലേക്കും രാശി മാറുന്നു. വ്യാഴഗ്രഹം മെയ് 14-ന് 11-ൽ നിന്നും 12-ലേക്ക് രാശി മാറുന്നു. ശുക്രനാണെങ്കിൽ 9-ലെ സ്ഥിതി തുടരുന്നു. 31-ന് 9-ൽ നിന്നും ആ ശുക്രൻ 10-ലേക്ക് രാശി മാറുന്നു. ശനിയാണെങ്കിൽ 9-ൽ സ്ഥിതി തുടരുന്നു. രാഹു മെയ് 18-ന് 9-ൽ നിന്നും 8-ലേക്ക് രാശി മാറുന്നു. കേതു 3-ൽ നിന്നും 2-ലേക്ക് രാശി മാറുന്നു. ഇതാണ് ഈ കർക്കിടകക്കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും മെയ് മാസത്തിലെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ചിട്ട് കർക്കിടകക്കൂറുകാരുടെ ആരോഗ്യസ്ഥിതി പൊതുവെ എങ്ങനെയാകും അതിനെപ്പറ്റിയുള്ളൊരു ചെറിയ ഇതാണ് ഇവിടെ പറയുന്നത്. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ യോഗകാരകനായിട്ടുള്ള ചൊവ്വ എന്ന് പറയുന്നത് കർക്കിടകക്കൂറുകാർക്ക് 5-ഉം 10-ഉം ഭാവാധിപനാണ്. അപ്പോൾ ചൊവ്വ യോഗകാരകനാണ്. ആ യോഗകാരകനായിട്ടുള്ള ചൊവ്വ ജന്മരാശിയിലുണ്ട്. പക്ഷേ ജന്മരാശി ചൊവ്വയ്ക്ക് നീചരാശിയാണ്. 18 മുതൽ 8-ല് രാഹു വരുന്നുണ്ട്. 14-ന് ഗുരു 12-ലേക്ക് രാശി മാറുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നില്ല. എങ്കിലും ജന്മരാശിയിലാണ് ആ കുജൻ നീചസ്ഥിതനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഈ കോൾഡ്, കഫ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഇവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. ജലജന്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ. അതുപോലെ മാസത്തിൻ്റെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർ, അതുപോലെ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ അവരുടെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണം. അതുപോലെ അഷ്ടമത്തിൽ രാഹുസ്ഥിതിയൊക്കെ ഉള്ള സമയമാണ്. അഷ്ടമത്തിൽ ചൊവ്വയുടെ ദൃഷ്ടിയും കൂടെ ഉള്ള സമയമാണ്. അപ്പോൾ നമ്മൾ ദൂരയാത്രകളിൽ, നമ്മുടെ ഡ്രൈവിങ്ങിൽ ഒക്കെ ശ്രദ്ധ കൊടുത്തു പോകണം. മാത്രമല്ല ഇപ്പോൾ ചിലർക്ക് രക്തദൂഷ്യം, അതുപോലെ ഈ പൈൽസ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷണൽ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ചിലർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വയാണെങ്കിൽ യോഗകാരകനുമാണ്. ജന്മരാശിയിലാണ് ചൊവ്വ നിൽക്കുന്നത്. സൂര്യനാണെങ്കിൽ ആദ്യത്തെ 2 വാരം കർമ്മസ്ഥാനത്തുണ്ട്. ക്രമേണ ആ സൂര്യൻ്റെ രാശിമാറ്റം നല്ലതാണ്. 11-ലേക്കാണ് രാശി മാറുന്നത്. ബുധനാണെങ്കിൽ 7 മുതൽ 10-ലും 11-ലും ഒക്കെ സഞ്ചരിക്കുന്നു. ശുക്രൻ ഉച്ചസ്ഥിതിയിലാണ്. അപ്പോൾ തൊഴിൽപരമായിട്ട് അനുകൂലമാസം എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അനുകൂലമായിട്ടുള്ള സമയം എന്ന് പറയാം. ചിലർക്ക് തൊഴിലിൽ മാറ്റങ്ങളുണ്ടാകാം. സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യത കാണുന്നു. അതുപോലെ തൊഴിലിൽ ചിലർക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു അധികാരമോ അല്ലെങ്കിൽ ഉയർന്ന ചുമതലയൊക്കെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. എങ്കിലും അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ രാഹു 8-ൽ വരുന്നത് അവർക്ക് ഈ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും വീഴ്ചയുണ്ടാക്കി എന്ന് വരാം. അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് കയറുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ ചുമതലയൊക്കെ തരുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാൻ കഴിയാതെ നമുക്ക് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയൊക്കെ ചിലപ്പോൾ അഷ്ടമത്തിലെ രാഹു തന്നെന്ന് വരാം.
അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ കെയർ കൊടുക്കണം. പൊതുവെ നമ്മൾ ഏറ്റെടുക്കുന്ന വർക്കിൽ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ്. അതുപോലെ തൊഴിൽ അന്വേഷകർക്ക്, പ്രത്യേകിച്ച് സർക്കാർ തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആ സൂര്യൻ്റെ 10ലെ സ്ഥിതി, ഉച്ചരാശിയിലാണ് ആ സൂര്യൻ നിൽക്കുന്നത്. അതുപോലെ സൂര്യൻ 11ലേക്ക് രാശി മാറുന്നു. അപ്പോൾ സൂര്യൻ്റെ ഈ 10ലെയും 11ലേക്ക് സ്ഥിതി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാനൊക്കെ അത് സഹായകമാണ്. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇപ്പോൾ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്ക്, ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അവരുടെ കഴിവൊക്കെ തെളിയിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ആണ്. പ്രത്യേകിച്ച് ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട സൂര്യൻ്റെ 10, 11 രാശികളിലെ സ്ഥിതി എന്ന് പറയാം. അതേസമയം ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു 12ലേക്ക് വരുന്നുണ്ട് മെയ് 14. അപ്പോൾ ഈ അവസാനത്തെ 2 വാരമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ എല്ലാം ഭാഗ്യത്തിനെ ആശ്രയിച്ച് നമ്മൾ കഴിയാതെ നമ്മുടെ വർക്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പം വർക്കിൽ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നവർക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകും എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ വെറും വർക്ക് ചെയ്യാതെ ഭാഗ്യം എന്നെ കടാക്ഷിക്കും എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അല്പം ഹാർഡ് വർക്കൊക്കെ അവസാനത്തെ 2 വാരം ഈ തൊഴിലിടത്ത് വേണ്ടി വരും. ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ അവരുടെ അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറും. അവസാനത്തെ പകുതിയൊക്കെ 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12ലാണ് വരുന്നത്. അപ്പോൾ 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12ലേക്കൊക്കെ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് വിദേശത്തൊക്കെ സേവനം ആഗ്രഹിക്കുന്നവർക്ക് അത് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. അപ്പോൾ 6ാം ഭാവാധിപൻ 12ലേക്ക് വരുന്നു. അതൊരു വിപരീത രാജയോഗവും കൂടിയാണ്. അപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഗുണപരമായിട്ടുള്ളൊരു മാറ്റങ്ങൾ ഗുരുവിൻ്റെ 12ലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനായിട്ടുള്ള ശനി ഭാഗ്യസ്ഥാനത്താണ്. അതുപോലെ കർമ്മഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ 7ല് ഉച്ചദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ജന്മരാശിയിൽ നിന്നുകൊണ്ട് ആ ചൊവ്വ 7ാം ഭാവരാശിയിൽ ഉച്ചദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആദ്യ പകുതി ഈ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു, ആ ഗുരു 7ല് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 7ാം ഭാവരാശിക്ക് ഈ കുജൻ്റെ ദൃഷ്ടി, അതുപോലെ തന്നെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. 7ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ബിസിനസ് പൊതുവെ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറാൻ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം. ബിസിനസ് കാരകൻ ബുധൻ, ആ ബുധൻ ആദ്യവാരം കഴിയുമ്പോൾ തന്നെ നീചസ്ഥിതിയൊക്കെ മാറുന്നുണ്ട്. അതുപോലെ ബിസിനസ് പ്രവർത്തനങ്ങളൊക്കെ പൊതുവെ കാര്യക്ഷമമാകും എന്ന് തന്നെ പറയാം. ഇപ്പോൾ രാഹുവൊക്കെ 8 വരുന്നത് കൊണ്ട് നമുക്ക് ഈ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ ഒരു കെയർ വേണം. ഇപ്പം അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ നമുക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 7ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നു. പക്ഷേ ആ ശനി അഷ്ടമ ഭാവാധിപൻ കൂടിയാണ്. എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാലും അത് ഓവർകം ചെയ്യാനൊക്കെ നമുക്ക് കഴിയും. പ്രത്യേകിച്ച് ആ ശുക്രൻ്റെയൊക്കെ ആ ഭാഗ്യസ്ഥാനത്തെ സ്ഥിതി, ബുധൻ്റെ ആ ഭാഗ്യസ്ഥാനത്തെ ആദ്യവാരത്തിലെ സ്ഥിതി, അതുപോലെ ആദ്യ 2 വാരം ഗുരുവിൻ്റെ ആ 11ലെ സ്ഥിതി. അപ്പോൾ ഇതൊക്കെ നമുക്ക്, അതുപോലെ 7ലേക്കുള്ള ഗുരുവിൻ്റെ ദൃഷ്ടി, ചൊവ്വയുടെ ദൃഷ്ടി, ഇതൊക്കെ നമുക്ക് ബിസിനസ് സ്മൂത്താക്കി കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ വിദേശ വിപണനം നടത്തുന്നവർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ബിസിനസ്സിൽ കാണുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ നീചസ്ഥിതിയൊക്കെ മാറി വരികയാണ് 7ാം തീയതിയൊക്കെ ആവുമ്പോൾ. യോഗകാരകനായിട്ടുള്ള ചൊവ്വ ജന്മരാശിയിലുണ്ട്, അതൊക്കെ ഗുണം ചെയ്യും. ഇപ്പോൾ ഗുരു ആദ്യത്തെ 2 വാരം 11 നിൽക്കുന്നു. ബുധൻ 10ലും 11ലുമായിട്ട് സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ പഠനത്തിലെ മെല്ലെപ്പോക്കൊക്കെ ഒന്ന് മാറും, പഠനത്തിൽ ശ്രദ്ധ കൂടും. പ്രത്യേകിച്ച് ഗുരുവും ശുക്രനും ഒക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയം കൂടെയാണ് ആദ്യ പകുതി. അതൊക്കെ ഉന്നത പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ കൂട്ടാൻ സഹായകമാണ്. വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് നിലവിലെ തടസ്സങ്ങളൊക്കെ മാറി അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും എന്ന് തന്നെ പറയാം. ഗവേഷണം വിദേശത്തൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്തൊക്കെ റിസർച്ച് ചെയ്യണമെന്നൊക്കെ താല്പര്യമുള്ളവർക്കും അനുകൂല സമയമാണ്. ഇപ്പോൾ അവരുടെ വിഷയങ്ങളിലൊക്കെ പ്രത്യേകിച്ച് മുതിർന്ന അധ്യാപകരുടെയൊക്കെ ഉപദേശം കിട്ടുന്നതിനും
അതനുസരിച്ച് ആക്ട് ചെയ്യുന്നതിനും അവർക്ക് കഴിയും എന്ന് തന്നെ പറയാം. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു 12 വരുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾ ഈ അല്പം ഡൈവേർഷൻസ് ചിലപ്പോൾ അവർക്ക് ഉണ്ടായെന്ന് വരാം. അത് ഒഴിവാക്കണം. പഠനത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമമൊക്കെ അവർക്ക് ഉണ്ടാകണം. അതാണ് കാരണം ഭാഗ്യഭാവാധിപൻ 12 വരികയാണ്. അപ്പം നമ്മൾ ആ പഠനത്തിൽ ശ്രദ്ധ കൂട്ടിക്കൊടുക്കണം. അവസാനത്തെ 2 വാരം ആ ഗുരുവിൻ്റെ 12 ദൃഷ്ടി വരിക വഴി. പക്ഷെ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അത് ദോഷം ചെയ്യില്ല. ഇനി ധനസ്ഥിതി നോക്കാം. ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപൻ സൂര്യനാണ്. ആ സൂര്യൻ ആദ്യത്തെ 2 വാരം ഉച്ചരാശിയിലാണ്, പിന്നെ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ 2ാം ഭാവാധിപൻ 11 വരുന്നത് നല്ലതാണ്. അതുപോലെ 11ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്, അതും നല്ലതാണ്. അപ്പോൾ ആദ്യ പകുതി ഗുരുവും 11 നിൽക്കുന്നത്, അതും നല്ലതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാകാവുന്ന സമയം എന്ന് തന്നെ പറയാം. ധനാഗമമൊക്കെ വരും. അതുപോലെ ചിലർക്ക് ഈ ജോയിൻ്റ് അസറ്റുകൾ വഴിയൊക്കെ ഒരു ധനനേട്ടത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതേസമയം ഈ ധനകാരകനായിട്ടുള്ള ഗുരു അവസാനത്തെ പകുതി, അതായത് മെയ് 14 മുതൽ 12 രാശി മാറുന്നു. അതുപോലെ 2 അവസാനത്തെ പകുതി എന്ന് പറയുമ്പോൾ ആ 2 കേതുവും വരുന്നുണ്ട്. കേതു ധനസ്ഥാനത്തേക്ക് വരുന്നു. ധനകാരകൻ 12 വരുന്നു. രാഹു അഷ്ടമത്തിലേക്ക് മാറുന്നു. അവിടെ ധനവിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ അവസാനത്തെ 2 വാരം നമ്മൾ കെയർ കൊടുക്കണം. നമുക്ക് പ്രത്യേകിച്ച് ചതി, വഞ്ചന ഇതുവഴിയൊക്കെ ധനം നഷ്ടപ്പെടാതെ നോക്കണം. സാമ്പത്തിക ബാധ്യതയൊക്കെ വരുന്ന പ്രവർത്തനങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അപ്പം നല്ല കാര്യങ്ങൾക്കായിട്ട് ധനച്ചെലവ് കൂടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 12 ഗുരു രാശി മാറുമ്പോൾ നല്ല കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ധനം ചെലവ് അത് ഭാവിയിൽ നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ്. 7ാം ഭാവാധിപനായിട്ടുള്ള 7ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അതുപോലെ ശുക്രൻ ഭാഗ്യസ്ഥാനത്തുണ്ട്, ഉച്ചസ്ഥിതനാണ്. ആദ്യ പകുതി ഗുരു ദൃഷ്ടിയൊക്കെ 7 ഉള്ള സമയവും കൂടെയാണ്. യോഗകാരകനായിട്ടുള്ള ചൊവ്വ 7 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് കഴിയുന്ന സമയം എന്ന് പറയാം. കമിതാക്കൾക്ക് ആദ്യ പകുതിയൊക്കെ ഗുണം കൂടും. 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജന്മരാശിയിലുണ്ട്. 5 ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അവസാന പകുതിയൊക്കെ ആവുമ്പോൾ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി 5 വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 വാരം പ്രണയബന്ധത്തിൽ ഉണ്ടാകുന്ന ഒരു സുഖാനുഭവം അവസാനത്തെ 2 വാരം ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ അവർക്കിടയിൽ, കമിതാക്കൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഈഗോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പോകുക. അതുപോലെ ദാമ്പത്യബന്ധം പൊതുവെ സന്തോഷകരമാകും. ദമ്പതിമാർക്ക് ദൂരയാത്ര അല്ലെങ്കിൽ ഷോപ്പിംഗ് ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദമ്പതിമാർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് പക്വതയോടുകൂടി ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും സാധ്യത കാണുന്നുണ്ട്. അതേസമയം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ജീവിത പങ്കാളിയുടെ കുടുംബാംഗങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് അവിടെ അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു കെയർ കൊടുത്ത് പോകണം. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ ആദ്യ പകുതി, ആദ്യത്തെ 2 വാരം സന്തോഷകരമായ അനുഭവങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകും. ഇപ്പോൾ വീടോ വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അവസാനത്തെ പകുതി 2 കേതു വരുന്നു. അതുപോലെ രാഹു അഷ്ടമത്തിൽ വരുന്നു. അതുപോലെ ഗുരു 12 വരുന്നു. അതൊക്കെ കുടുംബജീവിതത്തിൽ ഒരു സുഖക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കിടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ സംസാരത്തിലൊരു ജാഗ്രത കുറവ്
ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കെയർ കൊടുക്കണം. കുടുംബകാര്യത്തിൽ ശ്രദ്ധക്കുറവ് കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കും. ഇപ്പം നമ്മൾ കുടുംബത്തിൽ ശ്രദ്ധ കൊടുക്കില്ല. കാരണം 2ാം ഭാവരാശിയിൽ കേതുവൊക്കെ വരുമ്പോൾ നമ്മൾ സംസാരത്തിൽ ശ്രദ്ധിക്കണം. കുടുംബകാര്യത്തിൽ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുടുംബകാര്യത്തിലൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് കുറയാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒന്ന് മനസ്സ് കൊടുത്തു പോവുക. അതുപോലെ തന്നെ ഒരു മാനസികവും വൈകാരികവുമായിട്ടുള്ള ഒരു പിരിമുറുക്കമൊക്കെ ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്നും കൂടെ വരാം. ഇപ്പോൾ ഇവയിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്ത് പോവുക. മെയ് 1, മെയ് 2, 16, 17, 20, 21, 22 ഈ തീയതി, ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കുക. അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് നടത്താതിരിക്കുക. അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ കഴിവതും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഈ കർക്കിടകക്കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഫലമാണ്. ഇപ്പോൾ ഈ കർക്കിടകക്കൂറിൽപ്പെടുന്ന ചിലർക്ക് മാത്രമേ കർക്കിടക ലഗ്നം വരൂ. ഇപ്പം കർക്കിടകക്കൂറും കർക്കിടക ലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്കാണ് ഈ ഫലം പറയുന്നത്. അതേസമയം കർക്കിടകക്കൂറും ലഗ്നം വ്യത്യസ്ത രാശികളായിട്ട് വരുന്നവർക്ക് ചെറിയ വ്യത്യാസം വരും. അതിനെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, വ്യത്യസ്ത ലഗ്നരാശി വരുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക. അപ്പോൾ അവർക്ക് മെയ് മാസത്തെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടും. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കൂറിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ ഒരു നക്ഷത്രത്തിൻ്റെ ഫലമാണ്. അപ്പം നമ്മൾ ഒരേ നക്ഷത്രമുള്ള 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 10 അനുഭവങ്ങളാണ് വരുന്നത്. അത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, ഈ 10 പേർക്കും വ്യത്യസ്ത ലഗ്നരാശികളായിരിക്കും. അതുകൊണ്ട് ലഗ്നരാശി ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ ലഗ്നരാശിയുടെ ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്ന ഫലത്തിനുണ്ട് എന്നും കൂടെ മനസ്സിലാക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.